നാവികസേനയുടെ ധീരതയും അവരുടെ പോരാട്ട വീര്യവും കരുത്തും നമ്മൾ എവിടം വരെ കരുത്താർജിച്ചിരിക്കുന്നു, നമ്മുടെ ശക്തി എത്രമാത്രമായിരിക്കുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ഇതാ മറ്റൊരു നാവികസേനാ ദിനം കടന്നെത്തുകയാണ്. നാളെയാണ് നാവികസേനാ ദിനം. 1971 ബംഗ്ലാദേശിന്റെ വിമോചനത്തിനായി ഇന്ത്യ പോരാടിയ ഇന്ത്യൻ നാവികസേന കറാച്ചി തുറമുഖത്ത് പാകിസ്ഥാനെ പൂർണ്ണമായും തകർത്തുകൊണ്ട് നേടിയിട്ടുള്ള വിജയഗാഥയുടെ ഓർമ്മയിലാണ് നാവികസേനാ ദിനം ആഘോഷിക്കുന്നത്. ഇന്ന് മറ്റൊരു നാവികസേനാ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ അഭിമാനം ഇരട്ടിക്കുമെന്നതിൽ സംശയമില്ല. നമ്മുടെ തലസ്ഥാനത്ത് ശംഖുമുഖത്താണ് ഇതാദ്യമായിട്ട് നാവികസേനാ ദിനാഘോഷത്തിന് വേദിയാകുന്നു എന്നുള്ളതാണ്. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എല്ലാ തരത്തിലും പൂർണ്ണ സർവ്വസജ്ജമാണ്. നിലവിൽ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്, ശംഖുമുഖത്തേക്ക് എത്തിയിരിക്കുകയാണ്. 5:15 നമ്മൾ കാത്തിരിക്കുന്ന ഓപ്പറേഷൻ ടെമോ എന്നുള്ള ദൃശ്യവിസ്മയം പ്രകടനം, നാവികസേനയുടെ പ്രകടനം നടക്കാൻ പോകുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്. പ്രശാന്ത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു വന്ന ഓപ്പറേഷൻ ടെമോ ആരംഭിക്കുന്നത് മൂലമുള്ള കാര്യങ്ങളിലേക്ക് പറ്റിയാണ്, പറയൂ. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങൾ, അതായത് 30-ാം തീയതിയും 1-ാം തീയതിയും, ഈ 2 ദിവസങ്ങളിൽ 29-നും 1-നും തിരുവനന്തപുരത്ത് ഈ നാവികസേനയുടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന നാവികസേന അഭ്യാസത്തിന്റെ ഭാഗമായുള്ള റിഹേഴ്സൽ നടന്നതിൽ 21-ാം തീയതി പൂർണ്ണമായ ഡ്രസ് റിഹേഴ്സൽ തന്നെയായിരുന്നു. അന്നാണ് ഇന്ത്യയുടെ അഭിമാനമായ നാവികസേന അഭിമാനമായ കരുത്തായ INS വിക്രാന്ത് ഈ പരിശീലനത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലന പ്രകടനമാണ് അന്ന് നടന്നത്. അന്ന് ഈ INS വിക്രാന്തിൽ നിന്ന്, അത് എയർക്രാഫ്റ്റ് ഷിപ്പാണ്, നമുക്കറിയാം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചത്. 2022 സെപ്റ്റംബർ 2-ന് കമ്മീഷൻ ചെയ്ത INS വിക്രാന്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിമാനവാഹിനി കപ്പലാണ്. അപ്പോൾ ഈ INS വിക്രാന്തിൽ നിന്ന് ഉയർന്ന MiG-29 വിമാനങ്ങൾ ഈ റിഹേഴ്സൽ കാണാനെത്തിയ കാഴ്ചക്കാർക്ക് ഒരു ദൃശ്യവിസ്മയം തന്നെയായിരുന്നു. കാരണം കേരള തീരം ഇതുവരെ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ തീരത്ത് നാവികസേനയുടെ ഇത്തരം അഭ്യാസങ്ങൾ നടന്നിട്ടില്ല. ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു അഭ്യാസം നടക്കുന്നത്. മാത്രമല്ല, ഈ INS വിക്രാന്തിന്റെ പ്രത്യേകത എന്നാൽ 30 എയർക്രാഫ്റ്റ് ഒരേ സമയം വഹിക്കാനുള്ള ശേഷിയുള്ളതാണ്. അതിൽ MiG-29 ഫൈറ്റർ ജെറ്റുകൾ, ഇതിനു പുറമെ ചേതക്, കമോവ് 39, 81 തുടങ്ങിയ ഹെലികോപ്റ്ററുകളും അടക്കമുള്ള ഇതെല്ലാം തന്നെ വഹിക്കാൻ ശേഷിയുള്ള വലിയ പടക്കപ്പലാണ്. അപ്പോൾ വിക്രാന്ത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ കൗതുകം. കാരണം INS വിക്രാന്ത് വരുമോ, അതോ INS വിക്രമാദിത്യ ആയിരിക്കുമോ എന്നൊക്കെയുള്ള കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നാവികസേന ദിനാചരണം ഇവിടെ നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നാവികസേനയുടെ പ്രതിനിധികളോടും ഡിഫൻസ് PRO പ്രതിനിധികളോടെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സസ്പെൻസ് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഏതായാലും പരിശീലനത്തിന്റെ ഭാഗമായി, റിഹേഴ്സലിന്റെ ഭാഗമായി INS വിക്രാന്ത് വന്നു. ഇനി INS വിക്രമാദിത്യയോ മറ്റേതെങ്കിലും പടക്കപ്പലുകളോ ഇവിടെ എത്തുമോ എന്നുള്ള കാര്യം അറിയേണ്ടതാണ്. എന്തായാലും ഒരു സസ്പെൻസ് ഇന്ന് എല്ലാത്തിലും സൂക്ഷിക്കും എന്ന് നാവികസേനാ വൃത്തങ്ങൾ വ്യക്തമാക്കിയതാണ്. എന്തായാലും ആ ഒരു സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള കാര്യം. മറ്റൊന്ന് INS തരംഗിണി, INS സുദർശിനി എന്നിവയൊക്കെ ഈ ശക്തി പ്രകടനത്തിന്റെ ഭാഗമാകുന്നതാണ്. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ ഇതുവരെ നമ്മുടെ തീരം കാണാത്ത തരത്തിലുള്ളൊരു പ്രകടനത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ശംഖുമുഖത്ത് ഇത്രയും കാലം മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ ശംഖുമുഖം തീരത്തുള്ളത് 19 കപ്പലുകളാണ്. ഒരു അന്തർവാഹിനിയുണ്ട്. ഒപ്പം തന്നെ 32 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ തീരത്തുണ്ട്. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രാഷ്ട്രപതിയെ ഇപ്പോൾ അഭിവാദ്യം ചെയ്ത് രാഷ്ട്രപതിയെ അങ്ങോട്ടേക്ക് ആനയിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ കാണുന്നത്.